തലസ്ഥാന മേയറുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. നഗരത്തിൽ CPM ആണ് പ്രവർത്തകരെ വെച്ച് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് സ്വന്തം ഭരണസമിതിയുടെ മാലിന്യ നീക്കത്തിലെ കഴിവുകേട് മറയ്ക്കാൻ ശ്രമിച്ച മേയറോട് നേരിട്ടുള്ള ഒരു ചോദ്യം എത്തി. നിങ്ങൾ തന്നെ കണ്ടേ. മേയർക്ക് ഒരു ആരോപണം ഉന്നയിച്ചു. അത് നമുക്ക് ബാക്കി വിവരങ്ങൾ മേയർ പറഞ്ഞ വിവരങ്ങൾ മാത്രമേ നമ്മുടെ കൈവശമുള്ളൂ. അങ്ങനെ ഒരു പാർട്ടി, ഒരു രാഷ്ട്രീയ പാർട്ടി ഈ പ്രവർത്തകരെ ഇറക്കി വിട്ട് നഗരത്തിൽ മാലിന്യം വലിച്ചെറിയാനുള്ള സംവിധാനം ഒരുക്കുമെന്ന് മേയറെ പോലെ ഒരു പദവി ഇരിക്കുന്ന ആൾ അങ്ങനെ പറയാൻ പാടില്ല. എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു. ഇന്നലെ ഞാൻ നല്ലല്ലോ പറഞ്ഞു, ഇന്നലെ പറഞ്ഞത്. രാഷ്ട്രീയ ആരോപണം മാത്രമല്ല മാലിന്യം എന്നുള്ളത് വരുന്നുണ്ട്. മേയർ ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, തലസ്ഥാനത്തിന്റെ ആദരണീയനായ മേയറാണ്. അപ്പൊ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം CPM അല്ലെങ്കിൽ കോൺഗ്രസോ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തലസ്ഥാനത്ത് മാലിന്യം വലിച്ചെറിയാൻ വേണ്ടി പ്രവർത്തകരെ നിയോഗിക്കും എന്നൊക്കെ എന്ന് കണ്ട അപ്പോൾ പറഞ്ഞില്ല. അതിന്റെ 2-3 ദിവസമുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. വരട്ടെ, നിങ്ങൾ അന്വേഷിച്ചു, നിങ്ങൾ മാധ്യമപ്രവർത്തകർ അന്വേഷിച്ചു. അല്ല, നിങ്ങൾ എനിക്ക് കിട്ടിയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു. കണ്ടല്ലോ, എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ. എന്താണ് ബോധ്യം? ഏതും ദൃശ്യം വെച്ച് സംസാരിക്കാറുള്ള മേയർക്ക് ഇതിലെന്താണ് ബോധ്യം? ആ ബോധ്യം നാട്ടുകാരറിയട്ടെ. അതായത് നഗരത്തിൽ മാലിന്യങ്ങൾ ഉണ്ടാകുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെ വെച്ച് വലിച്ചെറിഞ്ഞിട്ടാണത്രേ. ഇന്നലകളിൽ ഹരിതകർമ്മസേന വീടുകളിൽ ചെന്ന് 50 രൂപയ്ക്ക് വേസ്റ്റ് കളക്ട് ചെയ്യുന്നതിനെ പോലും എതിർത്തവരായിരുന്നു BJP-ക്കാർ. അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, പക്ഷേ അത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് നഗരത്തെ വൃത്തിയാക്കിയ ഒരു ഭരണസമിതിയായിരുന്നു. അവർക്ക് കാര്യങ്ങൾ എങ്ങനെ വെടുപ്പിന് ചെയ്യണമെന്ന് അറിയായിരുന്നു. പക്ഷേ ഇതൊന്നും അറിയാതെ കൊട്ടിയാര് കൊല്ലത്ത് പോകും പോലെ നേരെ ഭരണസമിതിയിൽ കയറിയിരുന്ന് കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ചാൽ അത് ഭരണമാകുമെന്നാണ് ഇവർ കരുതുന്നത്. ഇതിനോടൊപ്പം കുറച്ച് പാവപ്പെട്ടവർ നടത്തുന്ന തട്ടുകടയോ ചെറിയ കടകളോ ഒക്കെ പൊളിച്ചു കഴിഞ്ഞാൽ അതാണ് ഹീറോയിസവും അതാണ് കയ്യടി കിട്ടുന്ന പ്രവർത്തനമെന്ന് കരുതിക്കൊണ്ട് പലരുടെയും ജീവനോപാധികൾ വഴിമുട്ടിക്കുന്ന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മാലിന്യ പ്രശ്നത്തിൽ മാത്രം ഒരു ഇടപെടലും നടത്തുന്നില്ല. അതിൽ നമുക്ക് ലാഭമില്ല, വേണ്ടത്ര ഗുണമില്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ നമുക്ക് ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. അപ്പോ എന്ത് ചെയ്യണം? അതിന് എളുപ്പ പോംവഴി ചോദിക്കുമ്പോൾ അത് CPM-കാരാണ് കൊണ്ടുവന്ന് ഇടുന്നത് എന്നങ്ങ് പറഞ്ഞാൽ തടി തപ്പാലോ. അങ്ങനെയെങ്കിൽ നഗരം മുഴുവൻ CCTV ക്യാമറകളുണ്ട്. CPM-കാർ കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞ വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ ആ CCTV ക്യാമറ സഹിതം നാട്ടുകാരുടെ മുന്നിൽ മേയർ കാണിച്ചു കൊടുക്കൂ. ദേ കണ്ടില്ലേ എന്ന് നാക്കുകൊണ്ട് പറയുന്നതിനേക്കാൾ ദൃശ്യം സഹിതം അങ്ങ് തെളിയിച്ചു കൊടുക്കൂ. അതല്ലേ അന്തസ്? ഇത് ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൽ സകല ഇടങ്ങളിലും CCTV ക്യാമറകൾ രാവും പകലും ഉണർന്നിരിക്കുന്ന സന്ദർഭത്തിൽ ഇത്തരം പ്രവർത്തികളൊക്കെ തെളിയിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കെ അതൊന്നും ചെയ്യാതെ ഇങ്ങനെ നുണ പറയുന്നതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. എന്തായിരിക്കും? കഴിവുകേട് മറയ്ക്കാൻ മറ്റു വഴിയില്ല, മറ്റൊരാളുടെ തലയിൽ ചാരുക. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ക്ഷേത്ര പരിസരത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്തില്ല. ഇത്രയും കാലം അത് ആര് ചെയ്യുന്നു എന്ന് പോലും നാട്ടുകാർക്കറിയില്ല. ആ വീഴ്ച നാട്ടുകാരെ കണിച്ചപ്പോൾ അത് ട്രസ്റ്റിന്റെ പ്രശ്നം. നഗരത്തിൽ മൊത്തം കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമായി. അത് വാട്ടർ അതോറിറ്റിയുടെ പ്രശ്നം. ആദ്യ മഴയിൽ തിരുവനന്തപുരം നഗരം വെള്ളത്തിൽ മുങ്ങി. വേസ്റ്റ് ചാലയ്ക്കകത്തും കിഴക്കേക്കോട്ടയിലെല്ലാം വന്നടിഞ്ഞു. അത് നഗരസഭയുടെ കുറ്റമല്ല, PWDന്റെ കുറ്റം. ഇപ്പോ മാലിന്യ പ്രശ്നം അതിരൂക്ഷമായി പകർച്ചവ്യാധി പടർന്നു പിടിക്കുകയാണ്. അത് ഞങ്ങളുടെ കുറ്റമല്ല, CPM കൊണ്ടുവന്ന് മാലിന്യം വലിച്ചെറിയുന്നു. എന്താണ് മനസ്സിലാക്കേണ്ടത്? കഴിവുകേടിനെ മറ്റുള്ളവരുടെ തലയിൽ ചാരി രക്ഷപ്പെടണമെന്നുള്ള വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെ തന്ത്രം അത് സതീശനിലും കാണാം, VV രാജേഷിലും കാണാം. അതാണിപ്പോ ഒറ്റ ചോദ്യത്തിൽ പൊളിഞ്ഞു വീണത്.